ഹായ് ഹലോ. ഇന്നത്തെ വ്ളോഗ് ഒരു ഈവനിങ് റൊട്ടീനാണ്. ഇതിലൊരു ഫുൾ ചിക്കൻ്റെ റെസിപ്പി വീഡിയോ കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മസാലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫുൾ ചിക്കനാണ്. ഇത് നമുക്ക് ഓവനിലും ചെയ്തെടുക്കാം, ഓവനില്ലാണ്ട് കുക്കറിലും ചെയ്തെടുക്കാം. രണ്ട് രീതി ഞാൻ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പാക്കാണ്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ സ്കിന്നോട് കൂടിയിട്ടുള്ള ഒരു 1 kg വെയിറ്റ് വരുന്ന ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു ഷവായി ചിക്കൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മസാലക്കൂട്ട് റെഡിയാക്കാം. 2 ടേബിൾ സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് സോയാ സോസ്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങൻ്റെ പകുതി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് മസാല റെഡിയാക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മസാല. ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കണില്ലെങ്കിലും പീസാക്കിയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി വെള്ളമൊക്കെ വാർന്നു പോയിട്ടുള്ള ചിക്കന് നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞെടുത്ത് മസാലയൊക്കെ ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മസാല നല്ലതുപോലെ തേച്ചിട്ട് ഒരു മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അതുപോലെ മസാല കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓവനിൽ ചെയ്തെടുക്കാം. ഓവനിൽ ഇല്ലാത്തവരാണെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കാം കേട്ടോ, പ്രഷർ കുക്കറിൽ. അത് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നും കൂടി അത് ഞാൻ പറഞ്ഞു തരാം. ഞാനിതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോഴത്തേനും ഓവനിൽ ഫോയിൽ പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട്. രാത്രി ആയാൽ കുട്ടികളുടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിലാണ്ട് ഭയങ്കര കളിയായിരിക്കും. അങ്ങനെ അതവിടെ ഒരു 2-2.5 മണിക്കൂറായപ്പോൾ ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓവനിൽ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം റോട്ടിസറിൻ്റെ ടൂൾ എടുത്തിട്ട് അതിൽ ചിക്കനെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷവായി ചിക്കൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഡീറ്റെയിൽ ആയിട്ട്, അതുകൊണ്ട് പറയാത്ത. ഒരു 40-45 മിനിറ്റ് വരെ ടൈം കൊടുത്തിട്ട് ഒരു 250 ഡിഗ്രിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചർ. റോട്ടിസറിൻ്റെ ഇത് ഓണാക്കി കൊടുക്കുക. പിന്നെ ഇതിൽ കഴിക്കാനായിട്ട് ഇവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രഷർ കുക്കറിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രഷർ കുക്കർ എടുക്കുക. എന്നിട്ട് അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റോ എന്തെങ്കിലും വെക്കുക. എന്നിട്ട് അതിൽ ചിക്കൻ വെക്കുക. എന്നിട്ട് പ്രഷർ കുക്കറിൻ്റെ ലിഡ് ഉണ്ടല്ലോ അതിൻ്റെ വാഷറും അതുപോലെ തന്നെ വിസിൽ വരുന്നതിൻ്റെ വെയിറ്റും കൂടി എടുത്ത് മാറ്റുക. എന്നിട്ട് ഒന്ന് കുക്കർ ചൂടാകണ വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിന് ശേഷം ചൂടായി കഴിഞ്ഞ് വെച്ചാൽ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളിയായി കിട്ടും. പിന്നെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ടൊന്നും കിട്ടില്ല. അങ്ങനെ ക്രിസ്പി ആകണമെന്നുണ്ടെങ്കിൽ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം ടെക്സ്ചറിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓവനിൽ ചെയ്യുക, ഓവൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ എങ്ങനെ ചെയ്യേണ്ടതും കൂടി ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ മയോണൈസ് കുട്ടികൾക്ക് വേണം പറഞ്ഞപ്പോൾ വീട്ടിലുണ്ടാക്കിയാണ് കേട്ടോ. കുരുമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്, കുറച്ചും കൂടി സ്പൈസി ആയിക്കോട്ടെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനായിരുന്നു. ഇത്ര സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ കുറവാക്കി കൊടുത്താൽ മതിയാവും. എന്നാൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.